ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുടംപള്ളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ 2 റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യം സ്പെഗറ്റി അൽ പോമോദോറോ. സ്പെഗറ്റി ഇറ്റാലിയൻ രീതിയിൽ തന്നെ എങ്ങനെ നമ്മുടെ വീടുകളിൽ വെക്കാമെന്നാണ്. പോമോദോറോ എന്നാൽ തക്കാളിക്ക് ഇറ്റാലിയയിൽ പറയുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഒരു ഈസി കോഫി പുഡിംഗ് റെസിപ്പിയും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. ഈ 2 കോമ്പിനേഷനാണ് പൊതുവെ ഇറ്റാലിയൻ ആളുകൾക്ക് ഇഷ്ടം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇവിടെ ഞാൻ ഇറ്റാലിയൻ സ്പെഗറ്റി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ലഭ്യമാണ്. അപ്പോൾ ഞാനിവിടെ ഒരാൾക്കുള്ള സ്പെഗറ്റിയാണ് ഉണ്ടാക്കുന്നത്. അതപ്പോൾ എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ സ്പെഗറ്റി വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കുവാണ്. അതവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്കിതിന് വേണ്ടിയുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. നമുക്കൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. സാധാരണ ഇവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റാലിയൻ ആളുകളും ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ അവൈലബിൾ ആണെങ്കിൽ അതെടുക്കാം, ഇല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാടി വന്നാൽ മതി, മൂക്കണ്ട. ഇതൊന്ന് വാടി വരുമ്പോൾ ഞാനിവിടെ 2 ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഞാനിവിടെ ഒരു തക്കാളിയുടെ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഒരു നല്ലൊരു കളറിനും അതുപോലെ തക്കാളിയുടെ ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. എൻ്റെ കയ്യിൽ അവൈലബിൾ ആയതുകൊണ്ട് ഞാനിത് ചേർക്കുവാണ്. നിർബന്ധമില്ല, ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ലഭ്യമാണ്. ഇത് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇത്രയും മതി, നമുക്ക് ചേർത്താൽ മതി. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് ചേർത്തപ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് ഇനി ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പാഴ്സലി ലീഫും കൂടെ ചേർക്കുവാണ്. ഇതും നമ്മുടെ സൂപ്പർ മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആണ്. ഇത് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറിയ തീയിലൊന്ന് വേവട്ടെ. നമ്മുടെ സ്പെഗറ്റിക്കുള്ള വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ഒരാൾക്കുള്ള സ്പെഗറ്റിയാണ് ഉണ്ടാക്കുന്നത്. ഈ 2 വിരൽ കൂട്ടി പിടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന അത്രയും സ്പെഗറ്റിയാണ് ഒരാളിൻ്റെ അളവ്. അപ്പോൾ ഈ രീതിയിലാണ് സ്പെഗറ്റി അളന്നെടുക്കുന്നത്. ഇനി നമുക്ക് ഇത് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അത് നമുക്ക് കുറച്ചായിട്ട് വെള്ളത്തിലോട്ട് താത്ത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് ഇങ്ങനെ ഇടുമ്പോൾ ഇത് തമ്മിൽ ഒട്ടാറുണ്ടെന്ന്. എൻ്റെ ഇതുവരെ ഇങ്ങനെ ഒട്ടിയിട്ടില്ല. അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിലോട്ട് കുറച്ച് 1 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് തമ്മിൽ ഒട്ടത്തില്ല. അങ്ങനെ നമ്മുടെ സ്പെഗറ്റിയുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സ്പെഗറ്റി ഒന്ന് വേവാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
സ്പെഗറ്റി ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റി മാറ്റാം. ഗ്രേവി ഓൾറെഡി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആ വേവിച്ച് വെച്ച സ്പെഗറ്റിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. ഇനി ഞാനിവിടെ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലോട്ട് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഈ രീതിയിലും കഴിക്കാവുന്നതാണ്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ സ്പെഗറ്റി അൽ പോമഡോറോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വെജിറ്റബിൾ ചേർത്തും ഉണ്ടാക്കാവുന്നതാണ്. ഇത് ഞാൻ കറക്റ്റ്ലി ഇറ്റാലിയൻ രീതിയിൽ തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്പെഗറ്റിയാണ്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഇത് ഇറ്റാലിയനിൽ സ്പെഗറ്റി അൽ പോമഡോറോ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ നൂഡിൽ എന്ന് പറയും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത് നമുക്ക് കോഫി പുഡിങ് തയ്യാറാക്കാം. കോഫി ജെല്ലി പുഡിങ്ങിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി 2.5 ടേബിൾ സ്പൂൺ, പഞ്ചസാര 1 കപ്പ്, ജെലറ്റിൻ 2 ടേബിൾ സ്പൂൺ. ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ ഇവിടെ ജെലാറ്റിനിൽ കുറച്ച് തണുത്ത വെള്ളം 1/2 കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചത് നമുക്കൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം. അതവിടെ കുതിരുമ്പോഴത്തേന് നമുക്ക് ബാക്കിയുള്ളത് ചെയ്തെടുക്കാം. ഞാനൊരു വലിയ ബൗളിലോട്ട് കോഫി പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ലിറ്റർ നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒഴിച്ച് നല്ല മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ ജെലറ്റിൻ കുതിർക്കാൻ എടുത്ത് വെച്ചത് നന്നായിട്ട് കുതിർന്ന് സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് മാറ്റാം. ഏത് പാത്രമാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ ഒരു പ്ലേറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഞാനിതിവിടെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്ക് തണുപ്പിച്ച് സെറ്റാകാൻ വേണ്ടി ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഞാൻ വെച്ചത് ഇവിടെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൊഴിക്കാനുള്ള ഒരു മിക്സ് പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഫ്രഷ് ക്രീം 1 കപ്പ്, മിൽക്ക് മെയ്ഡ് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതേപോലെ ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കിയ കോഫി ജെല്ലി 2 ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ തയ്യാറാക്കിയ മിൽക്ക് മെയ്ഡിൻ്റെയും ഫ്രഷ് ക്രീമിൻ്റെയും മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വിപ്പിംഗ് ക്രീം പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഈ വിപ്പിംഗ് ക്രീമും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി കോഫി ജെല്ലി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്.
അപ്പോൾ ഇവിടെ സ്പെഗറ്റി അൽപോമോദോറയും ഈസി കോഫി ജെല്ലി പുഡിങ്ങും റെഡി ആയിട്ടുണ്ട്. രണ്ടും ഒരേ സമയം റെഡിയാക്കാൻ പറ്റുന്ന റെസിപ്പി ആയതുകൊണ്ടാണ് ഞാൻ ഒന്നിച്ച് കാണിച്ചത്. സ്പെഗറ്റിയിൽ ഞാൻ എരിവ് ചേർക്കാത്തത് ഇറ്റാലിയൻ രീതിയിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് ചേർക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ഈ കുടുംബളി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്